ുള്ളത് വീണയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിക്ഷേപങ്ങൾ FD രേഖകൾ എന്നിവ കണ്ടെത്തിയെന്നാണ് ED വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ശശിധരൻ കർത്തയുടെ ഓഫീസുകളിൽ റെയ്ഡ് തുടരുകയാണ്. ഇപ്പോൾ അത് അവസാനിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. നവമി, വിവരങ്ങൾ എന്താണ്? തെളിവുകൾ കിട്ടി എന്നാണോ ED വ്യക്തമാക്കുന്നത്? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ശശിധരൻ കർത്തയുടെ വീട്ടിന് മുന്നിലാണ്. ഇവിടെ റെയ്ഡ് അവസാനിച്ചിട്ടില്ല, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ 6 മണിക്ക് ആരംഭിച്ച റെയ്ഡാണ് ഇപ്പോൾ 6:30 ഇതുവരേക്കും അവസാനിച്ചിട്ടില്ല. അകത്ത് പോലീസ് ED ഉദ്യോഗസ്ഥരുണ്ട്. അവർ ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. ശശിധരൻ കർത്ത നമുക്കറിയാം ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തവണ, അതായത് 2022 സമാനമായ രീതിയിൽ ഒരു EDയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. അന്നും അദ്ദേഹത്തിന് ഈ ചോദ്യം ചെയ്യലിനടക്കം ഹാജരായിരുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇനിയും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, അദ്ദേഹം എത്തുമോ എന്നീ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയാകുന്നു. അതിനിടയിലാണ് EDയുടെ ഒരു കുറിപ്പ് പുറത്തിറങ്ങുന്നത്. ആ കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് വീണയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിക്ഷേപങ്ങൾ, FD രേഖകൾ എന്നിവ കണ്ടെത്തി എന്നാണ് ആ കുറിപ്പിലുള്ളത്. അതോടൊപ്പം തന്നെ 2.78 കോടി രൂപ കൈപ്പറ്റിയ കേസിലാണ് ഈ അന്വേഷണമെന്നും ആ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ CMRL MD ഈ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തുക കൈമാറിയത്, അതിനെന്ത് രേഖയാണുള്ളത്, ഇവർക്ക് എന്ത് സേവനമാണ് വീണയുടെ കമ്പനി ചെയ്തു കൊടുത്തത് എന്നീ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ദുരൂഹത തുടരുന്നതിനിടയിലാണ് EDയുടെ ഇപ്പോൾ രാവിലെ തുടങ്ങിയ പരിശോധന. അതിപ്പോഴും പുരോഗമിക്കുന്നത്. ശശിധരൻ കർത്തയുടെ വീട്ടിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ രേഖകൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ED തുടരുകയാണ്. കർത്തയുടെ ഓഫീസിലും വീട്ടിലും മറ്റും റെയ്ഡുകൾ പുരോഗമിക്കുന്നുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.